ഇവന്മാരെ എവിടുന്നാടോ പൊക്കിയത്? ബ്രസീലിനെ കളി കാണുന്നിടത്ത് പൊക്കിയതാ. രണ്ടും കൂടെ ഗഞ്ചം വലിച്ചിരിക്കായിരുന്നു സാറേ. മൊറോക്കോ ഒരു ഗോൾ അടിച്ചതിന്റെ വിഷമത്തില് അര വീടിക്ക് 2 പകർത്താണ് സാറേ. അപ്പൊ താനോടോ? സാറേ ഞാൻ ബ്രസീലിലെ വിഷമത്തിൽ പങ്കെടുത്ത അരപ്പ കിട്ടുള്ളൂ. ഈ കാപ്പൊതി അരപ്പൊതിയും പിടിക്കുന്ന കൂട്ടത്തിലേ ഹോൾസെയിൽ ഡീലർമാരെ പിടിക്കും സാറേ. എന്നാലല്ലേ ഈ തലമുറ രക്ഷപ്പെടുള്ളൂ. അതിലേ ഈ തലമുറ മൊത്തം കയ്യിൽ നിന്ന് പോയി. അവരൊക്കെ ഇപ്പോഴേ തൊപ്പിന്റെ പാരക്കോളേജിൽ കൂടെയാണ്. അവരെ പിടിച്ചാലേ പുതിയ തലമുറ രക്ഷപ്പെടൂട്ടാ. അവരൊക്കെ സാവധാനം പിടിച്ചോളൂ. ഹെൽമെറ്റ് വേട്ടക്കടേ തൊപ്പി വേട്ടക്ക് സമയം കിട്ടായിട്ടാ. ഹെൽമെറ്റ് വേട്ടയും നടക്കും, തൊപ്പി വേട്ടയും നടക്കും. തൽക്കാലം താന് ഹെൽമെറ്റ് ഇടാത്തിന് ഫൈൻ അടച്ചിട്ട് പൊക്കോട്ടോ. ഹെൽമെറ്റ്, ഇൻഷുറൻസ്, പോക്കറ്റ് ടെസ്റ്റ്, പൊല്യൂഷൻ, ലൈസൻസ് എല്ലാം ഓക്കെയാണ് സാർ. എന്നാ പോട്ടെ സാർ. അതിവിനയേട്ടൻ ജയറാമേട്ടന്മാരാ ഒന്ന് ഊതിച്ചാളെ സാറേ. അതിവിനേട്ടന്മാരെ ഒന്ന് ഊതിയിട്ട് പൊക്കോ. ഓ അതിനെന്താ സാറേ? സാറേ ഇവന്മാരത് കൂളായിട്ട് ആൻസർ എടുത്ത് കളയാണ്. കൂനിച്ചെടുത്ത് കൂമിനോടിക്കണോ സാറേ കുഞ്ചിരുത്താൻ പറ്റും സാറേ. സാർ ഏതാ ടീം? ഞങ്ങൾ സ്പെഷ്യൽ ടീമാ തൂഫാൻ. അല്ല സാറേ ഫുട്ബോൾ ഏതാ ടീം? ഞാനും സാറൊക്കെ പോർച്ചുഗലാടോ. ആണോ? ഞങ്ങൾ പോർച്ചുഗലാ സാറേ. ഞാൻ ഇവിടുത്തെ പോർച്ചുഗലിന്റെ വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി. ഞാൻ ജോയിന്റ് സെക്രട്ടറി. മെസ്സിക്ക് ഒരു കോപ്പ പോലെ റൊണാൾഡോക്ക് ഒരു കപ്പ്. അതാണല്ലോ നമ്മുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം നമുക്ക് ലോക്കപ്പിൽ പോയിട്ട് വിളിക്കാം. ഇവനുണ്ടാകും കൂടെ. അല്ല സാറേ, കേറി വണ്ടിയില്ല. സാർ ആകെ 5 ആൾക്കാർ ഇവിടെ പോർച്ചുഗലിന് ഫാൻസ്. ഈ സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും പൊക്കി കഴിഞ്ഞാൽ റൊണാൾഡോ ഇല്ലാത്ത ടീം പോലെ ആയിരിക്കും ഇവിടുത്തെ പോർച്ചുഗൽ ഫാൻസിന്റെ അവസ്ഥ. സാറേ കൈക്കൂലി തരാം, കൈമടക്കായിട്ട് ഊരി തരാൻ പറ്റും. സാറേ റൊണാൾഡോ കൈക്കൂലി കൈമടക്കായി തരാന്ന് ഒന്ന് കൂരി കൊടുക്കുമെന്ന്. ആ റൊണാൾഡോനെ കൂനിച്ചെടുത്തത് ഇപ്പൊ തന്നെ ഊരിത്തരം.